റമദാൻ മാസത്തിൽ പല ആൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് കണ്ണിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഫത്വ പറയാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ഫത്വ പറയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്, നോമ്പ് മുറിയില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്കത് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എൻ്റെ സയൻറ്റിഫിക് വശം കൂടി ഇവിടെ പറയാം എന്ന് തോന്നുന്നു. നമുക്കറിയാം, നമ്മളെ കണ്ണിലൊഴിക്കുന്ന മരുന്നായിക്കോട്ടെ, കണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണിനീരായിക്കോട്ടെ, അത് ചെറിയ സുഷിരം വഴി, പങ്ക്ട എന്ന് പറയുന്ന ചെറിയ സുഷിരം, അത് രണ്ട് കണ്ണിൻ്റെയും പോളൻ്റെ മുകളിലെ പോളൻ്റെ താഴെ പോളൻ്റെ രണ്ട് പോളൻ്റെ എൻഡിലായിട്ട് രണ്ട് ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരത്തിലൂടെ, ദ്വാരത്തിലൂടെ കണ്ണിൻ്റെ സൈഡിലുള്ള പീളസഞ്ചികളിലേക്ക് എത്തുന്നു. ആ പീളസഞ്ചി വഴി മൂക്കിലേക്ക് എത്തുന്നു. ആ മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നു. ഇതാണ് സാധാരണ ഒരു റൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരയുന്ന സമയത്ത് കണ്ണുനീര് കൂടുതലുണ്ടാകുമ്പോൾ കുറേ കണ്ണുനീര് പുറത്തേക്ക് ചാടും, കുറേ കണ്ണുനീര് നമ്മുടെ മൂക്കിലെത്തും, നമുക്കൊരു ഉപ്പ് രസം അനുഭവപ്പെടും. അത് ഈ ഒരു റൂട്ട് ക്ലിയർ ആവുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ കണ്ണിൽ ഒഴിക്കുന്ന മരുന്നും നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ കണ്ണിൽ ഒഴിക്കാൻ പറയുമ്പോൾ ഒറ്റ തുള്ളിയാണ് ഒഴിക്കാൻ പറയാറ്. ഒറ്റ തുള്ളിയാണ് കണ്ണിൽ ഒഴിക്കാൻ പറയാറുള്ളത്. ആ മരുന്ന് ഭൂരിപക്ഷം സാധാരണ നമ്മൾ മരുന്ന് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി അതാണ്. ഒഴിച്ച ഉടനെ 1 മിനിറ്റ് കണ്ണ് അടച്ചു വെക്കണം. കണ്ണ് ഇമ വെട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒഴിച്ച മരുന്ന് ഡയല്യൂട്ടായി പോകും. കാരണം കൂടുതൽ കണ്ണുനീരുണ്ടാവും. അപ്പോൾ ഈ ഒഴിച്ച മരുന്ന് ഡയല്യൂട്ടായി പോകും. അങ്ങനെ കുറേ പുറത്തേക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണിലൊഴിക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ട് എഫക്റ്റീവ് ആണെങ്കിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ ഒഴിച്ച ഉടനെ കണ്ണ് അടച്ചു വെക്കണം. ആ പരമാവധി കണ്ണിലുള്ള പ്രതലത്തിലുള്ള രക്തക്കൊഴലിലൂടെ അത് ആഗിരണം ചെയ്യപ്പെടുകയും നമ്മൾ കണ്ണിലേക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന് വളരെ ചെറിയൊരു അംശം മാത്രമാണ് കണ്ണുനീര് വഴി ഡയല്യൂട്ടായിട്ട് മൂക്കിലേക്ക് എത്തുന്നത്. അതിൻ്റെയും ചെറിയൊരു അംശം മാത്രമാണ് തൊണ്ടയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന മരുന്ന് ഒറ്റ തുള്ളി മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒരിക്കലും തൊണ്ടയിലെത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ നമ്മൾ ടേസ്റ്റ് അറിയുള്ളൂ. ആ ടേസ്റ്റ് അറിയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അത് പൂർണ്ണമായിട്ട് എത്തിയെന്ന്. പക്ഷെ ചെറിയ എമൗണ്ട് വന്നാൽ തന്നെ നമുക്ക് ടേസ്റ്റ് അറിയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ വുളൂർക്കുന്ന ആളുകളാണ്. നോമ്പുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പകലും വുളൂർക്കും, നമസ്കാരത്തിന് വേണ്ടിയും ഖുർആൻ പാരായണത്തിന് വേണ്ടിയും. വുളൂർക്കുന്ന സമയത്ത് നമ്മൾ വായിൽ വെള്ളമാക്കി തുപ്പിക്കളയും. എന്നാൽ നമ്മൾ എത്രമാത്രം ശ്രമിച്ചു കഴിഞ്ഞാലും വായിൽ ആക്കിയ വെള്ളം 100% 100% നമുക്ക് തുപ്പിക്കളയാൻ കഴിയില്ല. കുറച്ച് ജലാംശം അവിടെ ഇവിടെയൊക്കെ നഷ്ടം ഉണ്ടാവും. അത് നമ്മൾ ഉമിനീരിലൂടെ അതെന്ത് ചെയ്യും? അത് ഡയല്യൂട്ടായി പോകും. അത് നമ്മൾ ഉമിനീരിറക്കുമ്പോൾ വയറിലെത്തുകയും ചെയ്യും. ഉമിനീരിറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല നമുക്കറിയാം. ഉതിർത്ത ഉടനെ നമ്മൾ ഉമിനീരിറക്കും, സ്വാഭാവികമാണ്, അല്ലാണ്ട് നമുക്ക് കഴിയില്ല. എന്നാൽ അങ്ങനെ ഇറക്കുന്ന ഉമിനീരിൽ നമ്മൾ ഉതിർക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ചെറിയ അംശം പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ നോമ്പ് മുറിയുമോ എന്ന് നമ്മളാരും സംശയിച്ചിട്ടില്ല. ആ ഇറക്കുന്ന വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ ചെറിയൊരു അംശം പോലും കണ്ണിലൊഴിക്കുന്ന മരുന്നിൻ്റെ അംശം നമ്മളെ തൊണ്ടയിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ അറിയാം, നമ്മൾ മരുന്നുകൾ വെക്കുമ്പോൾ ഇൻസുലിൻ വെച്ച നോമ്പ് മുറിയില്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ശരീരത്തിന് പോഷണം കിട്ടുന്ന മരുന്നുകൾ ഉപയോഗിച്ചാലേ നോമ്പ് മുറിയുള്ളൂ എന്ന് നമുക്കറിയാം. കണ്ണിലൊഴിക്കുന്ന ഒരു മരുന്ന് പോലും ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് നമുക്ക് ധൈര്യമായിട്ട് കണ്ണിൽ മരുന്നൊഴിക്കാം. ആവശ്യമുള്ള ആൾക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരുവിധ തടസ്സമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.